ഹായ് ഗൈസ്, മൈ നെയിം ഇസ് അജേഷ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഒരുപാട് കെമിസ്ട്രി ഫാക്കൽറ്റീസിൽ ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ഇടയിൽ വെച്ചിട്ടാണ് നമ്മളുടെ NMC നാഷണൽ മെഡിക്കൽ കൗൺസിലുകാർ ഒരു സിലബസ് നമുക്കായിട്ട് തന്നത്. ആ സിലബസിൽ നമ്മൾ കെമിസ്ട്രിക്കാരോട് വളരെ ക്രൂരത കാണിച്ചെങ്കിലും കുറേയധികം ചാപ്റ്ററുകൾ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും നമ്മൾക്ക് ആശ്വാസത്തിൻ്റെ വകയായിട്ട് ഒരു നല്ല ചാപ്റ്റർ അവർ തന്നിട്ടാണ് നമ്മുടെ സിലബസ് സെറ്റ് ചെയ്തത്. ആ അവസാനത്തെ ചാപ്റ്റർ, അതായത് യൂണിറ്റ് 20 എന്നറിയപ്പെടുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. അത് പണ്ട് മുതൽ നമ്മൾക്ക് അഡ്വാൻസ്ഡ് ആൻഡ് മെയിൻ സിലബസിന് ഉള്ളതായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് നീറ്റ് സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ചാപ്റ്റർ ഫേസ് ചെയ്യേണ്ട വന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ്, പക്ഷേ ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു കുറച്ച് കാര്യങ്ങളാണ്. തന്നെയല്ല, നമ്മൾ സ്കൂളുകളിൽ ലാബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കൊറോണയുടെ എഫക്റ്റ് കാരണം ലാബ് വർക്ക് അത്ര കാര്യമായിട്ട് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. പക്ഷേ എങ്കിലും പ്രാക്ടിക്കലി ചെയ്ത് വന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ലാബിൽ കയറുമ്പം തിയറി ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആളുകളാണ്. ലാബിൽ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കുറേ ടെസ്റ്റുകൾ ഇവിടുന്ന് ചോദിച്ച് കുറേയൊക്കെ നമ്മൾ കയ്യിൽ എഴുതി വെച്ച് കുറേ അധികം മാൽ പ്രാക്ടീസുകൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ ലാബ് എന്ന് പറയുന്നത്. അത് ടീച്ചേഴ്സിനും അറിയാം, നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. പക്ഷേ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് നിങ്ങൾക്കുള്ളൂ. അതായത് അന്ന് ആ ടെസ്റ്റുകൾ കുറച്ച് നല്ല രീതിയിൽ പഠിക്കുകയും പ്രാക്ടിക്കൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഇത്ര പേടിക്കേണ്ട വരത്തില്ല എന്ന് കരുതി ഇനിയും നിങ്ങൾ ഈ ചാപ്റ്റർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകളാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് മെമ്മറി പവർ വേണം. പക്ഷേ ആ മെമ്മറി പവർ നിങ്ങൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇനോർഗാനിക്കിലെ കുറേ ചാപ്റ്ററുകളുടെ പ്രിപ്പറേഷൻ സ്ട്രക്ചറുകൾക്ക് ഓർക്കാനാണ്. പക്ഷേ അത് നമ്മൾ NDAക്കാർ ഒഴിവാക്കി തന്നു. അതായത് ആ ചാപ്റ്ററുകളെല്ലാം റിമൂവ് ചെയ്തു. ഒരുപാട് മെമ്മറി അപ്ലൈ ചെയ്യേണ്ട ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ അവർ കയറ്റി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുക. നമ്മൾ ഇന്നേ വരെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഇങ്ങനെ ഒരു ചാപ്റ്റർ സിംഗിളായിട്ട് എടുത്ത് അതിൻ്റെ ആസ്പെക്ട്സുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. ആരും ഇതുവരെ അങ്ങനെ ചെയ്യാത്ത കാര്യമാണ്. നമ്മൾ ഏപ്രിൽ 1 മുതൽ തുടങ്ങാൻ പോകുന്നത്. അതിൽ ഏപ്രിൽ 1 ആദ്യത്തെ നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ തീർത്ത് നിങ്ങളെ വളരെ ഹാപ്പി ആക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഏപ്രിൽ 1 നമ്മളുടെ ആദ്യത്തെ കെമിസ്ട്രി വീഡിയോ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി ആയിട്ട് ഞാനായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരിക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ആ ചാപ്റ്ററുമായിട്ട് സംബന്ധിച്ച് ചോദിക്കാം. സോ ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. സോ നമുക്ക് ആ വീഡിയോയിൽ ഏപ്രിൽ 1 കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.